ബാലരാമപുരത്ത് കാണാതായ കുട്ടിയുടെ മരണത്തിൽ ദുരൂഹത ബാക്കിയെന്ന വാർത്ത വിശദമായി പോലീസ് അന്വേഷിക്കുകയാണ്. ഇതിലൊരു കൊലപാതകം ഉണ്ടോ എന്ന സംശയം ഇപ്പോൾ പോലീസിനുണ്ട്. വീട്ടുകാരെല്ലാം കസ്റ്റഡിയിലായി എന്ന വാർത്ത കൂടി വരുന്നു. അച്ഛൻ, അമ്മ, അമ്മുമ്മ, അമ്മയുടെ സഹോദരൻ എന്നിവരെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലായി. ഇപ്പോഴും ഇതിലൊരു ദുരൂഹതയ്ക്കാണ് കൂടുതൽ സാധ്യത. അതായത് സ്വാഭാവികമായി നമ്മളിവിടെ എത്തി പരിശോധിക്കുമ്പോൾ ആ കിണറിന് കുട്ടിയേക്കാൾ ഉയരം കൂടുതലാണ്. അതുകൊണ്ട് കുട്ടി ഒരിക്കലും ഈ 4 സ്റ്റെപ്പ്, അതായത് ഇതാണ് വീടിന്റെ ആ 4 സ്റ്റെപ്പ് ഇറങ്ങി ഒറ്റയ്ക്ക് 2 വയസ്സായ കുട്ടിക്ക് ഒറ്റയ്ക്ക് വരിക എന്നുള്ളത് നിലവിൽ ഇവിടെ എത്തി കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ അത് പ്രായോഗികമോ അല്ലെങ്കിൽ സ്വാഭാവികമായോ കുട്ടിക്ക് ഇറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നില്ല. അതിൽ തന്നെ പ്രാഥമികമായി ദുരൂഹതയുണ്ട്. ഇതിൽ പുലർച്ചെ അമ്മ എണീറ്റ് തൊട്ട് സമീപത്തുള്ള പുറത്താണ് ബാത്റൂം ഉള്ളത്. പുറത്തേക്ക് ബാത്റൂമിലേക്ക് പോകുന്ന സമയത്ത് അവിടെ എത്തിയപ്പോൾ ബാത്റൂമിനകത്തിരുന്നപ്പോൾ കുഞ്ഞിന്റെ കരച്ചിൽ കേട്ടു എന്ന് പറഞ്ഞു. കരച്ചിൽ കേട്ടപ്പോൾ കുഞ്ഞിന്റെ അമ്മുമ്മയോട്, അതായത് അമ്മയോട് കുഞ്ഞിനെ നോക്കാൻ പറഞ്ഞു. അതായത് അമ്മ എണീറ്റ് പോകുമ്പോൾ അച്ഛന്റെ അടുത്ത് കിടത്തിയിട്ടാണ് പോകുന്നത്. അമ്മുമ്മയോട് കുഞ്ഞിനെ നോക്കാൻ പറയുന്നു. അതിനുശേഷം അമ്മ ബാത്റൂമിലിരിക്കുന്നു. അതിനുശേഷം വീട്ടിനകത്ത് എന്തോ കത്തിക്കരിഞ്ഞ നിലയിൽ, അതായത് ഒരു മണ്ണെണ്ണയുടെ മണമുണ്ട് എന്നാണ് വീട്ടിനകത്ത് കയറി പരിശോധിച്ചവർ പറയുന്നത്. മണ്ണെണ്ണ ഒഴിച്ചെന്തോ തുണികളെല്ലാം കത്തിച്ച ഒരു കാര്യം കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കുട്ടിയുടെ വീട്ടുകാർ പോലീസിൽ തങ്ങളുടെ വീട്ടിൽ നിന്ന് പണം നഷ്ടപ്പെട്ടു എന്ന ഒരു പരാതി കൊടുത്തിരുന്നു. അതിനുശേഷം പോലീസ് വീട്ടുകാരോട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അവരുടെ മൊഴിയിൽ പരസ്പര വൈരുദ്ധ്യം ഉണ്ടായിരുന്നു. അതേ തുടർന്ന് പോലീസ് കേസ് പോലും എടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിൽ തന്നെ വലിയ ദുരൂഹതയുണ്ട്.